സുജാതേ, ഞാൻ സുമിത്രയെ കുറിച്ച് പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കട്ടെ നിങ്ങൾ. സത്യം പറഞ്ഞാൽ ഇവിടെ വന്ന ആ കുട്ടിയെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചത്തേക്ക് ഉറങ്ങാൻ കഴിയില്ല. എന്റെ അവസ്ഥ ഏതാകുമ്പോ അഖിലം പോയത്. വിദേശത്തുള്ള ചില സുഹൃത്തുക്കളുമായി ഞാൻ സംസാരിച്ചു. നമുക്ക് സുമിത്ര മോളെ അമേരിക്കയ്ക്കോ മറ്റോ കൊണ്ടുപോയാലോ? ഇവിടെ കൊണ്ടുപോയിട്ടും പ്രയോജനമില്ലെന്ന് വിദഗ്ധരായ ഒരു മെഡിക്കൽ സംഘം പറയുമ്പോ ഈ കിടപ്പിങ്ങനെ എത്ര കാലം? നിങ്ങളുടെ ഭാഗ്യദോഷം എത്ര കാലം ഒപ്പം ഉണ്ടാകുമോ അത്രയും കാലം. കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളം വരാറുണ്ടല്ലോ. ഒരുപക്ഷെ മോള് വേദന കൊണ്ട്. വിശ്വനാഥൻ, എന്റെ ഹൃദയത്തിലെ മുറിവിലിട്ട് നിങ്ങൾ ഇങ്ങനെ കുത്തി. നിങ്ങളുടെ സങ്കടങ്ങൾ ഇപ്പോ നിങ്ങളുടേത് മാത്രമല്ല. ഞാൻ കുട്ടികളോട് പറഞ്ഞിരുന്നു, അവർക്ക് ജനിക്കുന്ന കുഞ്ഞു പെണ്ണാണെങ്കിൽ സുമിത്ര എന്ന് പേരിട്ട് വളർത്തണമെന്ന്. എന്ത് ചെയ്യാം, ആ കുട്ടിക്ക് പോലും പിറക്കാൻ ഭാഗ്യം ഉണ്ടായില്ല. മിസ്റ്റർ മുകുന്ദൻ, ഈ സമയത്ത് ഇത് സംസാരിക്കാവുന്നറിയില്ല. ഇപ്പോ രാജഗിരി എസ്റ്റേറ്റിന്റെ അവകാശം ഞാനല്ല, നിങ്ങളുടെ മരുമകൻ അഖില. ഞാനത് അവന്റെ പേരിൽ എഴുതി കൊടുത്തു. ഇനി അത് ISROയ്ക്ക് വിൽക്കണോ, അവിടെ മറ്റെന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നൊക്കെ അയാളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങൾ അവന് കേവലം അമ്മാവനല്ല, അച്ഛനല്ല, ഈശ്വരനേക്കാൾ മറ്റെന്തോ ആണ്. അങ്ങനെ ഒരാൾ അവന് നഷ്ടമുണ്ടാകുന്ന ഒരു കാര്യവും ചെയ്യില്ലെന്ന് എനിക്കറിയാം. രാജഗിരി എസ്റ്റേറ്റ് അഖിലിന്റെ പേരിൽ എഴുതി വെച്ചുകൊണ്ടുള്ള ഡോക്യുമെന്റ്. ഇനി നിങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിക്കാം. അനന്തരം അനുവദിക്കും. എടോ, അധ്വാനിച്ച പണം കൊണ്ടാണ് ഞാൻ അവനെ വളർത്തിയത്, പഠിപ്പിച്ചത്, ഇപ്പോൾ ഈ അവസ്ഥയിൽ എത്തിച്ചത്. അവന് സർക്കാർ ഭൂമി എഴുതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ മകളെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ ഇപ്പൊ കാണിച്ചത് മണ്ടത്തരമാണ്. അവൻ എന്റെ അനന്തരവനാണെങ്കിൽ ഞാൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ പിറ്റേ ദിവസം അവൻ ആ ഭൂമി സർക്കാരിന് മടക്കി കൊടുത്തിരിക്കും. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു മകൻ എനിക്കുണ്ടാകില്ല. നന്ദി. ഇതിലുൾപ്പെടെ നന്ദി. നിന്റെ ഭർത്താവ് ഞാൻ പറയുന്നതനുസരിക്കോ അയാൾ പറയുന്നതനുസരിക്കോ? നോക്ക, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആദ്യം സമ്പാദിച്ചതും മരുമകന് കൊടുക്കുന്നു, അത് സംരക്ഷിച്ച മുഴുവൻ കൊടുക്കും. ഇല്ലെങ്കിൽ എന്റെ അച്ഛൻ വന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി ലോകകാര്യങ്ങളൊക്കെ ഒന്ന് മിണ്ടിയും പറഞ്ഞു ഇരിക്കാവല്ലോ എന്ന്. പണ്ടൊക്കെ മാസത്തിൽ 4 പ്രാവശ്യം ഞാൻ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് പിണങ്ങിപ്പോകും. ഇപ്പോഴത് പറ്റുമോ? ഒരു കൊച്ചിങ്ങനെ കിടക്കുമ്പോ ഈ വീടിന് അവളുടെ താളമായിരുന്നു, ഐശ്വര്യമായിരുന്നു. സ്വപ്നങ്ങളൊക്കെയും ദൈവം തമ്പുരാൻ ഒരുമിച്ച് കൊണ്ടുപോയില്ലേ. നിന്റെ മനപ്രയാസം മാറുക. ഞാൻ മനത്താറ്റിയുള്ളവല്ല, അത് വലിയമാവ് മനസ്സിലാക്കണം. ഞാൻ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങി പോവരുത്. എന്നെ അടുത്ത് ഗുണത്തോട്ടിക്ക്, എന്നെ അടുത്ത് വഴങ്ങുക. അതിനുള്ള നോക്കിയത് വലിയമാവനുണ്ട്, അറിയാം. ഇവനിവിടെയൊക്കെ തുപ്പി തൂറി നാറ്റിക്കും. എനിക്ക് സഹിക്കാനൊക്കുന്നില്ല വലിയമാവ. സഹിക്കാനൊക്കാത്തവൻ ഇത് കുടിക്കരുത്. കുഴിയിൽ വെച്ച് കാലിൽ നിന്നിരിക്കുന്ന വല്യമ്മാവനെ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. കൊച്ചിനോടുണ്ടായതിനു ശേഷം നീ ഇത് എത്രാമത്തെ തവണയാ കണ്ടുപിടിച്ചേച്ചുവെന്ന് എന്നോട് എന്തൊക്കെയാണ് കാണിക്കുന്നറിയാവോ? സങ്കടങ്ങൾ മനസ്സിൽ കിടന്നിങ്ങനെ തിങ്ങുമ്പോ ഞാൻ പിന്നെ എന്ത് വേണമെന്നാണോ മുപ്പില്ലേ? തന്നെയെങ്കിലും സ്നേഹിക്കട്ടേക്കോ? സ്നേഹിക്കയില്ല ഞാൻ നോവും ആത്മാവിനെ, സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും. ഇന്ന് പാടിയതാരാ?
നിന്റെ അച്ഛൻ. അത് ശരി. എടോ എത്രയാണ്ട് റിട്ടയർഡായ മുതുക്കളവാ. ഇപ്പൊ അങ്ങനെയായ. അയ്യോ വല്യമ്മാവനെ ദൈവം കൊണ്ടുപോകാനല്ലേ? എന്താണോ ഞാൻ എന്നെ കെട്ടിപ്പിടിച്ചത് ഉമ്മ വെച്ചെന്ന് കരുതി എന്താണോ? അതിന് യോഗ്യത വേണം. യോഗ്യത ഗവൺമെന്റിനെ സ്നേഹിക്കാൻ ചെന്നു. അവള് വീട്ടുകത്തി എടുത്തോണ്ട് വന്നു. എന്റെ മോൻ വിമക്കുമാർ സ്നേഹിക്കാൻ കൊള്ളാവോ? അകത്തൊരു കൊച്ചയ്ക്ക് എന്നെ ബോധമില്ലാതെ കിടക്കുമ്പോ സഹിക്കും. നമ്മുടെ കുഞ്ഞിന്റെ തലച്ചോറിലല്ലേ പ്രശ്നം? എന്റെ തലച്ചോറെടുത്ത് അവർക്ക് വെച്ചു കൊടുക്കുമല്ലോ. എടാ കൊരങ്ങന്റെ തലച്ചോറ് മനുഷ്യർക്ക് ചേരില്ല. അതുകൊണ്ടല്ലേ തന്റെ എടുക്കാതെ എന്റെ എടുക്കാൻ പറഞ്ഞത്. ഒരു പ്രയോജനവും ഇല്ലാതെ 51 വയസ്സ് കഴിഞ്ഞ മുതുക്കളവനൊക്കെ ഭൂമിക്ക് മാനമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഹാപ്പി ആയിട്ട് നടന്ന കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഓർത്തിട്ട് സഹിക്കുന്നില്ല മൂപ്പില്. ഈ കാര്യം പറഞ്ഞ് ജീവിതകാലം മുഴുവൻ കള്ളു കുടിക്കാനാണോ നിന്റെ പരിപാടി? എന്റെ ഒരു കാര്യം ചെയ്യാം. വാസുദേവൻ എവിടെങ്കിലും പോയി ചാകുന്നതിനെ പറ്റി വല്യമ്മാവിന്റെ അഭിപ്രായം എന്താ? കേരളം വിട്ടുപോയി അത് ചെയ്യാമെങ്കിൽ വണ്ടിക്കൂലിയും പഴിച്ചെലവ് ഞാൻ തരാം. അപ്പൊ ഇതാ തന്റെ മനസ്സിലിരിപ്പല്ലേ? താനിന്നാള് പറഞ്ഞല്ലോ ഞാൻ കേസിൽ പ്രതിയായിട്ട് ഒളിച്ച് നടന്നപ്പോ എന്നെ തന്റെ കൈ കിട്ടിയ താനേതാണങ്ങ് ചെയ്ത് കളയുമെന്ന്. ചെയ്യണോ? ധൈര്യം ചെയ്യണോ? നീ അകത്ത് പോയി കിടന്നുറങ്ങ. താൻ വന്നൊരു പാട്ട് പാടി ഉറക്കണോ? എടോ മുതുകളവാ. അത് ശരി വരത്ത് അല്ലേ? എടോ സുശീലൻ നായരെ മാറി. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീ പോയി കിടന്നുറങ്ങണം. ഇങ്ങനെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. ഈ ഉപകാരം ഞാൻ ഒരിക്കലും പറക്കില്ല, ഒരിക്കലും. പക്ഷെ ഒരു പരാതിയുണ്ട് കേട്ടോ. ഇത് കുറച്ചുകൂടെ നേരത്തെ ആകാമായിരുന്നു. ഓ കേട്ടോ ഓ വാസുദേവന്റെ മകൻ കൂടി അതിനെ വന്ന് കണ്ടേച്ചു പോയി. സ്വന്തം മകളായിട്ട് പോലും അവളെ ഒരു നോക്കൊന്നും കാണാതിരിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു മുകുന്ദ? നിങ്ങൾ ആരെക്കാളും ഉപരി ഞാൻ അവളെ സ്നേഹിച്ചു പോയതുകൊണ്ട് ഭ്രാന്ത് പിടിക്കാതെ ഇവിടെ ഇത്രയും കാലം ഞാനിങ്ങനെ നിന്നതേ അതും ഈശ്വരൻ എന്നോട് കാണിച്ച ക്രൂരതയാണ്. ഞാൻ BRS-ന് അപേക്ഷിക്കുകയാണ്. ഇനി ലീവ് തരാൻ ബുദ്ധിമുട്ടാന്ന് പറയുന്നു. എനിക്ക് നിന്നോട് വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നീ നമ്മുടെ മോളെ സ്നേഹിക്കുകയല്ല, ദ്രോഹിക്കുക. ഞാൻ സകല ഈശ്വരന്മാരോടും ആലോചിച്ചെടുത്ത തീരുമാനമാണ്. താൻ സഹകരിക്കണം. എന്റെ മനസ്സിനെ മനസ്സിലാക്കണം. നിനക്ക് നമ്മുടെ മോളോട് ശരിക്കും സ്നേഹമുണ്ടോ? എന്താ ഇത്? സ്നേഹമുണ്ടെങ്കിൽ അവൾ മരിക്കട്ടോ. വൈദ്യശാസ്ത്രത്തിൽ അത് വളരെ എളുപ്പമാണ്. കാരുണ്യം കാണിക്കുന്നത് അങ്ങനെയാണ്. സ്നേഹം കൂടുതൽ കൊണ്ട് നമ്മുടെ ദയാവായി മോളെ നമ്മുടെ മോളെ മരിക്കാൻ അനുവദിക്കുന്നു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളെ എനിക്ക് വേണം. എന്റെ മോളെ എനിക്ക് വേണം. വെറുതെ കണ്ടോണ്ടിരിക്കുക. നീ ഒരു അമ്മയല്ല, കൂരയാണ്. മകളെ സ്നേഹിക്കാത്ത പന്തിക്കുന്ന ശവശരീരത്തെ നോക്കിയിരിക്കുന്ന കൂര, വേദന കൊണ്ട് കവിഞ്ഞൊഴുകുന്ന കണ്ണുകളൊപ്പുന്ന ദുഷ്ട, ദയോടെ കൊല്ലണം. ഇനി ഒരിക്കലും നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്ന് വൈദ്യശാസ്ത്രം വിധിയെഴുതി അവളെ എന്റെ സുമിത്രയെ എനിക്ക് വേണം. സ്പന്ദിക്കുന്ന ആസ്തിമാർത്തെ എനിക്ക് വേണം. മോളാദ്യമായി തുടിച്ചത് എന്റെ ഹൃദയത്തിൽ കിടന്ന് ആ തുടിപ്പ് നമ്മുടെ ശരീരത്തിൽ ഇപ്പോഴും ശേഷിക്കുന്നു.
കൊണ്ടിരിക്കും. കാരണം ഞാൻ അമ്മയെ നമ്മെ നമ്മൾ രണ്ടാളും കൂടി ചേർന്ന് അവളോട് ദയ കാണിച്ചാൽ മോടെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യമാണ്. ആ കാരുണ്യം കാണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത്. ഭാമയെ അവളെ മരിക്കാൻ അനുവദിക്കണം. എങ്കിൽ ഞാൻ കോടതിയിൽ പോകുന്നു. എന്റെ മോളെ ദയോടെ കൊല്ലാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കോടതിയിൽ പോകുന്നു. സ്നേഹം തടിച്ച് കാവലിൽ അവളെ ദ്രോഹിക്കുന്ന നിനക്കെതിരെ എന്റെ മോളെ ദയാവധം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കോടതിയിൽ പോകുന്നു. ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ മോളെ എനിക്ക് വേണം. ഞാൻ നിങ്ങളെക്കാൾ അധികമായി അവളെ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങളെ ധിക്കരിച്ചിട്ടില്ലാത്ത എനിക്ക് ഇക്കാര്യത്തിൽ നിങ്ങളെ ധിക്കരിക്കേണ്ടി വരും. ഇവിടെ മാത്രമല്ല, കോടതിയിലും.